അല്ല, അതിന് നടപടി സ്വീകരിച്ചു, ആദ്യഘട്ട നടപടി സ്വീകരിച്ചു. ഇനി അന്വേഷണം നടത്തിയതിനു ശേഷം യഥാർത്ഥ കുറ്റക്കാർക്കനുസരിച്ച് നമ്മൾ നടപടിയെടുക്കും. അങ്ങനെ ഇറക്കി വിടാൻ പാടില്ല. രാത്രി അവിടെ നിന്നല്ല, ഒരു യാത്രക്കാരെ അങ്ങനെ പെരുവഴിയിൽ ഇറക്കി വിടാൻ പാടില്ല. കയറ്റാതെ പോകും. അങ്ങനെ ചില ആൾക്കാരുണ്ട്. റിസർവേഷൻ എടുത്ത് ഈ അടുത്ത കാലത്ത് കോതമംഗലത്ത് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന 2 പെൺകുട്ടികൾ റിസർവേഷൻ എടുത്തു, തിരുവനന്തപുരത്തേക്ക് പോകാനാണ്. ആ റിസർവേഷൻ എടുത്ത് വണ്ടി നിർത്താതെ പോയി. ഒടുവിൽ അവിടെ നിന്ന് എന്നെ വിളിക്കുകയായിരുന്നു ഈ കുട്ടികൾ. ഞാൻ എന്നിട്ട് നേരിട്ട് ഡ്രൈവറോട് സംസാരിക്കുകയായിരുന്നു. അവസാനം അവർ ടാക്സി പിടിച്ച് കുട്ടികളെ വീട്ടിലെത്തിക്കാമെന്ന് പറഞ്ഞു. പിന്നെ വേണ്ടാന്ന് പറഞ്ഞാൽ കോതമംഗലത്ത് എത്തിയപ്പോഴേക്കും മൂവാറ്റുപുഴയിൽ നിന്ന് സ്റ്റേഷൻ മാസ്റ്റർ അവരെ മറ്റൊരു ബസ്സിൽ കയറ്റി വിട്ടു. അതൊക്കെ നമ്മുടെ മക്കളാണ് ഇറക്കി വിടും. ആ ഒരു കൺസിഡറേഷനാണ് എന്നെ സംബന്ധിച്ച്. എൻ്റെ മകളെ വഴിയിൽ ഇറക്കി വിട്ടാൽ എനിക്ക് സഹിക്കില്ല. എൻ്റെ മകളെ കയറ്റാതെ സന്ധ്യ സമയത്ത് 5 മണിക്ക് വണ്ടി എൻ്റെ മകളെ തിരുവനന്തപുരത്ത് നിന്നുള്ള മകളെ കയറ്റാതെ കോതമംഗലത്ത് വിട്ടുപോയാൽ അത് സഹിക്കില്ല. അതിന് പേര് നടപടി. ഇച്ചിരി വികാരപരമാണ്. നിങ്ങൾക്കും ആ വികാരം ഉണ്ടെന്ന് തോന്നുന്നു. മനുഷ്യൻ്റെ വികാരമാണ്. തീർച്ചയായിട്ടും ഒരു മനുഷ്യത്വമില്ലായ്മ തന്നെയാണ് ആ പാവപ്പെട്ട അമ്മമാരെ. അവർ പൈസയൊന്നും ഇല്ലാതല്ലോ കയറിയെടുക്കുന്നത്, ടിക്കറ്റൊക്കെ കൊടുത്തിട്ടല്ലേ. എന്നാലും അമ്മമാരെ വഴിയിൽ ഇറക്കി വിട്ടത് വളരെ വളരെ മോശമായിപ്പോയി. തീർച്ചയായിട്ടും ഇത്ര കാലത്ത് നടപടി തന്നെ വേണം. സത്യം. ഒരു പെൺകുട്ടീനെയൊക്കെ വഴിയിൽ രാത്രികളിൽ ഇറക്കി വിട്ടു എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു മനുഷ്യത്വമില്ലായ്മ. ഈ പറഞ്ഞവന്മാർ സ്വന്തം അമ്മയെ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഇവന്മാരെ ഇറക്കി വിടും. വേണമെങ്കിൽ അതും ചെയ്യും. ഇവന്മാരൊക്കെ ചില മനുഷ്യത്വം അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ അതിന് ഇത്ര പ്രായമുള്ള ആൾക്കാരെ അവിടെ ആ വഴിയിൽ ഇറക്കി വിടേണ്ട കാര്യമുണ്ടോ? അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി എന്ത് സംഭവിക്കും? ഇതുപോലുള്ള ആളുകൾക്കെതിരെ ചുമ്മാ അങ്ങോട്ട് KSRTC ബസ് എന്തെങ്കിലും കൈ കിട്ടിക്കഴിഞ്ഞാൽ, പ്രൈവറ്റ് ബസ്സുകാരെ അതുപോലെ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ ഉമ്മാരുടെ തോന്നിയ രീതിക്കൊക്കെ ഉമ്മാർ പെരുമാറുന്നത്. അവരുടെ വണ്ടി അവരുടെയാണ്, എൻ്റെ ഇതാണ്, ഞങ്ങളുടെ നിയമം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒരു കയറി അങ്ങ് പെരുമാറുന്നത്. എല്ലാ പ്രൈവറ്റുകാരെയും അല്ല, എല്ലാ KSRTCക്കാരെയും അല്ല പറയണേ. ഇത് ചിലവർക്ക് ഭയങ്കര ഒരു താനാണ് എല്ലാ ഭാവവും, എൻ്റെ റോഡൊക്കെ തൻ്റെ വകയാണ്, തനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കയറ്റും, തനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ ഇഷ്ടക്കേടുള്ള ആൾക്കാരെ ഇറക്കി വിടും എന്നൊക്കെയാണ് അവരുടെ രീതി. ഇത്ര ആൾക്കാർ നടപടിയെടുക്കുന്നത് ആവശ്യമായ ഉണ്ട്.